നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ പല പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ നിൽക്കും എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും ഒരു മുന്നണികളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പലതരത്തിലുള്ള ചർച്ചകളും പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും ഇന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ശോഭാ സുരേന്ദ്രൻ, ശോഭ എവിടെ നിൽക്കുമെന്നുള്ള ഒരു ആകാംക്ഷ എല്ലാ പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ നേതൃത്വത്തിനുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തന്നെ മത്സരിക്കാനായി എത്തും എന്നുള്ളതാണ്. പാലക്കാട് നമുക്കറിയാം ഇത്തവണ ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ശോഭ എത്തുമ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ ഗതി തന്നെ മൊത്തത്തിൽ മാറുമെന്നുള്ള സൂചനകൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. ശോഭ എത്തുമ്പോൾ എത്രത്തോളം പാലക്കാട് BJPക്ക് ജയിക്കാനുള്ള അല്ലെങ്കിൽ വോട്ട് നില ഉയർത്താനുള്ള ഒരു സാധ്യത നമുക്ക് വിലയിരുത്താം? ഇപ്പോൾ നമുക്ക് ഇതെല്ലാം അഭ്യൂഹങ്ങളാണ്. അതായത് BJPയെ സംബന്ധിച്ച് BJP ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതിൽ അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും മത്സരിക്കാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനാണ്, രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ, ഈ പാർട്ടിയുടെ പൈലറ്റ് ആയതുകൊണ്ട് തന്നെ താൻ ഇവിടെ മത്സരിച്ച് കഴിഞ്ഞാൽ തനിക്ക് വലിയ നേട്ടങ്ങൾ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ കണ്ടത്, ചുവരെഴുത്തും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു, അത് തുടങ്ങിയിരുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം തന്നെയാണ് എന്തായിരുന്നാലും അന്തിമ പട്ടിക തീരുമാനമാക്കുന്നത്, ആരായിരിക്കണം മത്സരിക്കേണ്ടത് എന്നുള്ള ഒരു അപ്രൂവൽ നൽകേണ്ടത് തവണ കേന്ദ്ര നേതൃത്വം കൃത്യമായി ശക്തമായിട്ട് തന്നെ വിലയിരുത്തി അതിൽ ജയപരാജയ സാധ്യതകളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ പട്ടിക വരുന്നത്. കാരണം ഇതിനു മുൻപുള്ള തിരഞ്ഞെടുപ്പ് പോലെയല്ല, അതായത് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരുന്ന സമയം വരെയുള്ള തിരഞ്ഞെടുപ്പുകളെ പോലെയല്ല. പാർലമെന്ററി തിരഞ്ഞെടുപ്പ് മുതൽ 24 തിരഞ്ഞെടുപ്പ് മുതൽ കാര്യങ്ങളൊക്കെ തന്നെ മാറി മറിഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വ്യക്തമായൊരു മേൽക്കൈ കേരള സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്, മേയറുള്ളതടക്കം അതിൻ്റെ ഉദാഹരണം തന്നെയാണ്. അതുകൊണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് വലിയ തോതിൽ തന്നെയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇത്രയധികം ആകാംക്ഷയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ചർച്ചകളൊന്നും തന്നെ വരുന്നില്ല. കാര്യം ഇരു മുന്നണികളും ജനങ്ങളും ഒരുപോലെ ഉറ്റുനോക്കുന്നത് BJP എവിടെയൊക്കെ ആരെയൊക്കെ പ്ലേസ് ചെയ്യും, ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ BJPയെ സംബന്ധിച്ച് മറ്റ് പാർട്ടിയെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ BJPക്കാണെങ്കിൽ A ക്ലാസ് മണ്ഡലം എന്ന രീതിയിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പ്രത്യേകമായി വേർതിരിച്ചിട്ടുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുണ്ട്. ഒരു കാര്യം ഓർക്കണം, ജയിച്ചിട്ടില്ല എന്നിട്ട് പോലും അവർ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ആ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ, എപ്പോഴും BJPയുടെ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ. ശോഭയുടെ പേര് എല്ലായ്പ്പോഴും, ശോഭ എവിടെയെങ്കിലും മത്സരിക്കാൻ പോയാലും ഒക്കെ അതൊരു ആവേശമായിരിക്കും, ഒരു ആരവമായിരിക്കും എന്ന് പ്രവർത്തകർ പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ശോഭയുടെ ഇലക്ഷൻ പ്രചാരണം നടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിലൊക്കെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ അത് മനസ്സിലാക്കിയതുമാണ്. പ്രവർത്തകരുടെ ആ ഒരു ആവേശം, പ്രത്യേകിച്ചും സ്ത്രീകളെയും കുട്ടികളെയും കയ്യിലെടുക്കുന്ന ഒരു മാജിക് ശോഭയുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ വോട്ട് ബാങ്ക് ഉയർത്താനുള്ളൊരു കപ്പാസിറ്റി അത് മറ്റൊരു നേതാവിനുമില്ല. അത് ശോഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമാണ്. അതായത് ചെറിയ ഒരു വോട്ട് വിഹിതമല്ല, 10%, 20% അല്ല, 50% വേണമെങ്കിലും വോട്ട് വിഹിതം വേണമെങ്കിൽ ഇരട്ടിയോളം വോട്ട് ഉയർത്താനുള്ളൊരു കപ്പാസിറ്റി തന്നെ ഉള്ളൊരു നേതാവ് കൂടിയാണ് ശോഭ. അതുകൊണ്ടാണല്ലോ KC വേണുഗോപാൽ നേരിട്ട് മത്സരിച്ച് KCയോട് ഏറ്റുമുട്ടി വലിയൊരു പോരാട്ടം തന്നെ ആയിരുന്നല്ലോ കാഴ്ചവെച്ചത്. അതിന് മുൻപ് നമുക്കറിയാം കഴക്കൂട്ടത്തൊക്കെ തന്നെ സംഭവിച്ചത് നമുക്കറിയാം. പാലക്കാടും ശോഭയ്ക്ക് ഏറെ ജയസാധ്യതയുള്ളൊരു മേഖലയാണ്, വടക്കാഞ്ചേരി ഒക്കെ തന്നെ മത്സരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ശോഭ എവിടെ ആയിരിക്കും, ഇതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം. ശോഭയെ സംബന്ധിച്ച് ആദ്യം തന്നെ ഈ അഭ്യൂഹങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ 2024 മുതൽ 26 വരെ ശോഭയുടെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത്, ഒരു പ്രവർത്തന മേഖല മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴയിൽ തന്നെ 4 മണ്ഡലം പ്രധാനമായി എടുത്ത് പറയേണ്ടതാണ്. അതായത് ഹരിപ്പാട് മുതൽ കൊല്ലം അതിർത്തി മുതൽ എറണാകുളം അതിർത്തി വരെ എന്ന് പറയേണ്ടി വരും, ആലപ്പുഴയ്ക്കിടയിലുള്ള സ്ഥലങ്ങൾ പാർലമെന്ററി മണ്ഡലം പറയുമ്പോൾ. ഹരിപ്പാട് മുതൽ അരൂർ വരെ, കൃത്യമായി പറയുകയാണെങ്കിൽ ആലപ്പുഴ, ഹരിപ്പാട്, അരൂർ, പിന്നെ കായംകുളം, ഈ 4 മണ്ഡലങ്ങളിലെ നേതാക്കൾ ഇതിനോടകം തന്നെ ശോഭയ്ക്ക് വേണ്ടി വലിയ തോതിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കായംകുളമാണ്. കായംകുളത്താണ് വലിയ തോതിൽ ശോഭ ആവശ്യപ്പെടുന്നത്. പാർലമെന്ററി തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ശോഭയ്ക്ക് വേണ്ടി വലിയ തോതിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസം ശോഭയുടെ ക്യാമ്പിന് അന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും തോറ്റാലും ജയിച്ചാലും നിയമസഭയിൽ തങ്ങളോടൊപ്പം വേണമെന്ന് പ്രവർത്തകർ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നെയും ശോഭ പ്രവർത്തന മേഖലയായി കേന്ദ്രീകരിച്ച് ആലപ്പുഴയിൽ പലവിധ ആവശ്യങ്ങളിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ നേരിട്ട് പങ്കെടുത്തത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.
എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കൊരു മണ്ഡലം ഡിമാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് BJPയെ സംബന്ധിച്ച് ഇപ്പോൾ പോകാൻ കഴിയില്ല. നേരത്തെ ഒരു സാഹചര്യത്തിലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ മത്സരിച്ചാൽ ജയസാധ്യത കൂടുതലാണെന്ന് സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യത ഉണ്ടായേക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ മേയർ ആരാകണമെന്ന് തീരുമാനിച്ചതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. കാര്യം കൃത്യമായ ഒരു അവലോകനം ഉണ്ടാകും, കൃത്യമായി തന്നെ തീരുമാനിക്കും. അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ സ്ഥാനാർത്ഥി ആരെന്ന് പോലും തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് ശോഭയെ ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്ന മണ്ഡലങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ കായംകുളത്തിനാണ് സാധ്യത കൂടുതൽ പറയുന്നത്. പിന്നീട് പറയുന്നത് പാലക്കാടാണ്. പാലക്കാട് ശോഭ എത്തിയാൽ ഒരുപാട് നേട്ടമുണ്ടാകും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അത് ഉറപ്പായിട്ട് സൂചിപ്പിക്കാം. ഇനി അടുത്തത് പറയുന്നത് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വട്ടിയൂർക്കാവാണ്. കഴക്കൂട്ടം നേരത്തെ പേരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ സീറ്റ് വി മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. വി മുരളീധരൻ തന്നെ ആയിരിക്കും ഇത്തവണ കഴക്കൂട്ടത്ത് മത്സരിക്കുക എന്നുള്ള സൂചന കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ സമയത്ത് ഉയർന്നു കേട്ട പേരായിരുന്നു കെ സുരേന്ദ്രൻ്റേത്, വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന്. അതിനുശേഷം സുരേന്ദ്രൻ ഇപ്പോൾ മഞ്ചേശ്വരത്ത് തന്നെ ആയിരിക്കുമെന്ന സൂചനയാണ് കിട്ടിയത്. സുരേന്ദ്രൻ ഉറപ്പായും മഞ്ചേശ്വരത്ത് തന്നെ മത്സരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2016 മുതൽ ഈ 21 വരെ തുടർച്ചയായി സുരേന്ദ്രൻ തന്നെയാണ് ആ മണ്ഡലത്തെ പ്രതികരിച്ച് BJPക്ക് വേണ്ടി മത്സരിച്ചിട്ടുള്ളത്. ചെറിയ തോതിലൊന്നുമല്ല, വലിയ പോരാട്ടം തന്നെയായിരുന്നു. വോട്ട് വിഹിതം വലിയ തോതിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കപ്പിന് ചുണ്ടിനും ഇടയിലാണ് കഴിഞ്ഞ 2 തവണയും നഷ്ടപ്പെട്ടത്. ആലോചിക്കുക, ഒരു തവണ നമുക്കറിയാം സുരേന്ദ്രൻ്റെ പേരുള്ള സുന്ദര മത്സര സമയം സുന്ദരയ്ക്ക് ഏകദേശം 200-ന് മുകൾ വോട്ട് അന്ന് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. സുരേന്ദ്രൻ പരാജയപ്പെട്ടത് കേവലം 85 വോട്ടിനാണ്. മനസ്സിലാക്കുക, 80 വോട്ടുകൾക്ക് ഒരു പരാജയം എന്ന് പറയുമ്പോൾ അത് കടുത്തൊരു മത്സരം തന്നെയായിരുന്നു. പരാജയമായി അങ്ങനെ എഴുത്തള്ളാൻ കഴിയില്ല. സുരേന്ദ്രൻ്റെ പേരിൽ എപ്പോഴും അപരന്മാർ ആ മണ്ഡലത്തിലുണ്ടാകും. അത് LDF ആണോ UDF ആണോ സുരേന്ദ്രനെ ഭയക്കുന്നതെന്ന് ചോദിച്ചാൽ തുടർച്ചയായി ആരാണ് അവിടെ മത്സരിച്ച് വിജയിച്ചതെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. കാരണം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് തന്നെയാണ് അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ സുരേന്ദ്രനുള്ള അപരന്മാരെ ഇറക്കി സുരേന്ദ്രനെ തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു സുരേന്ദ്രൻ M അങ്ങനെ ഒരാൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. 100-ലധികം വോട്ട് കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അന്നും 800ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് സുരേന്ദ്രന് പരാജയപ്പെടേണ്ടി വന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് 2 മണ്ഡലത്തിലേക്കായി സുരേന്ദ്രൻ ഹെലികോപ്റ്ററൊക്കെ പിടിച്ചുപോയി മത്സരിച്ചൊരു സമയം. അപ്പോൾ ഇത്തവണ മഞ്ചേശ്വരം മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് മഞ്ചേശ്വരത്ത് വേണ്ടി ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും BJPക്ക് കിട്ടാവുന്നൊരു മണ്ഡലം കൂടിയാണ് ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ശോഭ എന്ന് ചോദിച്ചാൽ ശോഭ ഇത്തവണ എവിടെ നിന്നാലും ജയിക്കുമെന്നൊരു വിശ്വാസം അത് BJPക്ക് മൊത്തത്തിലുണ്ട്. കാരണം ഒരുവിധം മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഉറപ്പായും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലല്ലാതെ ശോഭയെ പരിഗണിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ശോഭയെ പരിഗണിക്കുന്ന ആ A ക്ലാസ് മണ്ഡലമെല്ലാം ജയത്തോട് അടുത്ത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റി മണ്ഡലങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൽ സിറ്റി മണ്ഡലങ്ങളിൽ പറയുന്നത് നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, അതുപോലെ വട്ടിയൂർക്കാവുണ്ട്. വട്ടിയൂർക്കാവാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ 1ാം സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് വരാൻ സാധിച്ചിരുന്നു. കൂടുതൽ വോട്ടുകൾ BJPക്ക് ഇവിടെ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത്തരമൊരു തീപ്പൊരി നേതാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായും ജയിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. അതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും വ്യക്തമായൊരു ലീഡ് BJPക്ക് തിരുവനന്തപുരം നഗരം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഏകദേശം 50ഓളം സീറ്റ് എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ ഇപ്പോൾ BJPയുടെ കൈവശിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഉറപ്പായും ഒരു 2-3 സീറ്റുകളിൽ ജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉറപ്പായും സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ വരുന്നതാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം. അതോടൊപ്പം തന്നെ കാട്ടാക്കടയും പറയുന്നുണ്ട്. കാട്ടാക്കട ഒരുപക്ഷെ കൃഷ്ണദാസ് ആയിരിക്കും മത്സരിക്കുക എന്നുള്ളൊരു സൂചനയൊക്കെ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും കാട്ടാക്കടയും ഒരു സാധ്യത അവർ പറയുന്നുണ്ട്. വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോൾ അവിടെ വലിയ വിവാദങ്ങൾ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് BJPക്ക് അകത്ത് തന്നെ. നിലവിലെ MLA ആയിട്ടുള്ള വി കെ പ്രശാന്ത് ഇത്തവണ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം, വീണ്ടും ഇവിടെ മത്സരിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം. വി കെ പ്രശാന്ത് ഒരു പക്ഷേ കഴക്കൂട്ടത്തേക്ക് പോകും, തൻ്റെ മണ്ഡലത്തിലേക്ക് പോകുമെന്നുള്ള ചില വാർത്തകൾ ഒരു ഭാഗത്ത് കേൾക്കുന്നു. ഈ 4 വർഷത്തോളം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തന്നെ ഇല്ലായിരുന്നെങ്കിലും അവസാന നിമിഷം ചില കൗൺസിലർ ശ്രീലേഖയുമായിട്ടുണ്ടായ വിഷയത്തിൽ കുറച്ചൊന്ന് പൊള്ളി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതൊരു മേൽക്കൈയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാൽ പോലും അവിടെ നിൽക്കുന്ന ഒരു ചോദ്യം, ശ്രീലേഖ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അതിനുത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി പറയുന്നത് ഏറെക്കാലമായി അവിടെ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു നേതാവ് കൂടിയുണ്ട്, G. കൃഷ്ണകുമാർ.
കൃഷ്ണകുമാർ വളരെ കാലമായി സജീവമായി പ്രവർത്തിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശക്തമായി തന്നെ കൃഷ്ണകുമാറിൻ്റെ മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. അവിടെ എല്ലാവിധ പരിപാടികൾക്കും പങ്കെടുക്കുന്നുണ്ട്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല കിട്ടിയപ്പോൾ ആ മേഖലയിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ എല്ലാ വീട്ടിലും പോകുന്നു. മരണങ്ങൾക്കായിക്കോട്ടെ, വിവാഹങ്ങൾക്കായിക്കോട്ടെ, മറ്റു പ്രശ്നങ്ങൾക്കായിക്കോട്ടെ എല്ലാത്തിനും കൃഷ്ണകുമാർ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ഈ അടുത്തൊരു വീട് വെച്ച് നൽകിയതൊക്കെ തന്നെ വലിയൊരു വാർത്തയായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണകുമാർ കഠിനമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓഫീസ് എടുത്തിട്ടാണ് പ്രവർത്തനം, ആലോചിക്കുക. അത്തരത്തിൽ സജീവമായി മണ്ഡലത്തിൽ നിൽക്കുകയാണ് കൃഷ്ണകുമാർ. മറുഭാഗത്താണ് ഈ പറയുന്നത് പോലെ സുരേന്ദ്രൻ്റെ പേര് ആദ്യം കേട്ടു, ഇപ്പോൾ അതങ്ങ് പോയിരിക്കുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേട്ടു. അത് ഇന്നിപ്പോൾ നേരെ ഒരു മാറ്റം വന്നിരിക്കുന്നു, പാലക്കാടേക്ക് ആയിരിക്കുമെന്നുള്ള സൂചന പറയുന്നു. അപ്പോൾ അതിലൊരു തീരുമാനം ഇതൊക്കെ നമുക്ക് ഉടനെ തന്നെ കിട്ടും. 28-ാം തീയതി എന്തായിരുന്നാലും BJP ഇതേക്കുറിച്ചൊരു തീരുമാനം പുറത്തുവിടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ കോൺഗ്രസും അവരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ശോഭനെ പാലക്കാട്ടേക്ക്, ശോഭനെ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും അവിടെ ഒരു വോട്ട് വിഹിതം ഉയർത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു ചരിത്രം മാത്രം പരിശോധിക്കാതെ ഇപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ ഷാഫി എന്ന് പറഞ്ഞാൽ പാലക്കാട് എന്ന് പറയുന്ന ഒരു ഓറ അത് നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് അത് കഴിഞ്ഞിട്ട് ഷാഫി അവതരിപ്പിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആ ഒരു ഓളം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നിലവിൽ ഇപ്പോൾ ഈ ആരോപണം, പലതരത്തിലുള്ള ആരോപണങ്ങളും ജാമ്യം, അറസ്റ്റ്, ഈ പറയുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് മുൻപിലുണ്ട്. അത് മറ്റൊരു കാര്യം. ഈ ഒരു സ്ഥലത്തേക്കാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിതാ നേതാവിനെ നിർത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, രാഹുൽ അവിടെ മണ്ഡലത്തിലൊക്കെ തിരിച്ചെത്തുന്ന സമയത്ത് കൂടുതലും അമ്മമാരും ഈ പറഞ്ഞ പോലെ സ്ത്രീകളും അവരാണ് കൂടുതൽ രാഹുലിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അവരുടെ ഒരു സപ്പോർട്ട് രാഹുൽ ഇപ്പോഴും ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെ തച്ചുടയ്ക്കാൻ തന്നെയാണ് ഒരു വനിതാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിനെ അവിടെ ഇറക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ഇപ്പം പാലക്കാട് BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ BJPക്ക് എന്തു വന്നാലും പിടിച്ചെടുക്കണമെന്ന് വാശിയുള്ള മണ്ഡലമാണ് പാലക്കാട്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിലൊന്ന് പറയുകയാണെങ്കിൽ നഗരസഭ കഴിഞ്ഞ 3 ടൈമായിട്ട് അത് BJPയുടെ കൈവശം ഭദ്രമാണ്. പക്ഷേ അതിലൊരു വിള്ളൽ സംഭവിക്കുന്നുവെന്ന ചില സൂചനകൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ശക്തമായി തന്നെ അതിനെതിരെ പോരാടി. ഇനി അടുത്തതായി തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ BJPയുടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നൊരു മേഖല ഈ പറയുന്നത് പോലെ പാലക്കാടാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അവിടെ കരുത്തരായിട്ടുള്ള നേതാക്കൾ, അതിൽ സി കൃഷ്ണകുമാറിനെയാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. പാലക്കാട് സ്ഥിരമായി പാർലമെൻ്ററി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു ശക്തമായൊരു വോട്ട് ബേസ് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവ് കൂടിയാണ് കൃഷ്ണകുമാർ കൂടാതെ അവിടെ ഇപ്പോൾ നമുക്ക് പ്രശാന്ത് ശിവൻ, പുതിയ ജില്ലാധ്യക്ഷൻ. പ്രശാന്ത് ശിവനും കരുത്തനായിട്ടുള്ള നേതാവ് തന്നെയാണ്, യുവനേതാവാണ്. യുവാക്കൾക്കിടയിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള നേതാവാണ്. അതുപോലെ തന്നെ പ്രകാശ് ബാബു എന്നുള്ളൊരു നേതാവ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി നേതാക്കൾ ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, കോഴിക്കോടും പാലക്കാടും ഒക്കെയായി. അപ്പോൾ പാലക്കാട് BJPയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന രീതിയിലേക്ക് ഒരു പ്രതീതി ഇതിനോടകം തന്നെ പ്രവർത്തകർക്കും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. RSSനെ സംബന്ധിച്ചും പാലക്കാട് ശക്തമായൊരു വേരോട്ടം അവർക്കുണ്ട്. അവർക്ക് നല്ലൊരു സ്വാധീന മേഖലയാണ് പാലക്കാട് സിറ്റി മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നഗരസഭയുടെ കാര്യം പറഞ്ഞു. ഇനി മലമ്പുഴ നമുക്കറിയാവുന്നതാണ്, ഇത്തവണ വലിയ ചർച്ചയായതാണ്. മലമ്പുഴയിൽ ആര് മത്സരിക്കും? VS ഇല്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത്തവണ മലമ്പുഴയിൽ ആരായിരിക്കും? അപ്പോൾ VSൻ്റെ PA കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കുമോ? അപ്പോൾ ഇത്തവണ മലമ്പുഴയിൽ BJPക്ക് വേണ്ടി സി കൃഷ്ണകുമാർ മത്സരിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പെന്ന രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇതിനു മുൻപ് ശോഭയുടെ പേര് വരുന്നതിന് മുൻപേ പറഞ്ഞിരിക്കുന്നത് പ്രശാന്ത് ശിവൻ്റെ പേരാണ്. പ്രശാന്ത് ശിവൻ മത്സരിക്കുമെന്നാണ് പറയുന്നത്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ MLAക്കെതിരെ വലിയ പോർവിളിയൊക്കെ നടത്തിയ ഒരു നേതാവ് കൂടിയായിരുന്നു പ്രശാന്ത് ശിവൻ. അപ്പോൾ പ്രശാന്ത് ശിവന് പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഷാഫി ആദ്യം സ്വീകരിച്ചു, അവർ സ്നേഹിച്ചു. അത് കഴിഞ്ഞിട്ട് രാഹുലിനെ അതേപോലെ തന്നെ സ്നേഹിച്ചു. അതേ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി കൂടിയാണ് പ്രശാന്ത് ശിവൻ. ആ ചുറുചുറുക്കും അതുപോലെ ആക്റ്റീവായിട്ട് വിഷയങ്ങൾ ഇടപെടുന്നത് ഇതൊക്കെ തന്നെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു ഇമേജ് ഉണ്ട്, ഒരു പബ്ലിക് ഇമേജ് ഉണ്ട്, അത് രൂപപ്പെടുത്തിയെടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാഹുൽ വിഷയം എത്രത്തോളം ഈ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ടതാണ്. കാരണം ഇതിലിപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസിന് പോലും ഉത്തരം നൽകാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. കോൺഗ്രസിന് വേണ്ടി പാലക്കാട് ആരായിരിക്കും മത്സരിക്കുക? ഒന്നാമത്തേത് കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴികെ ഒരാൾ മത്സരിച്ചാൽ രാഹുൽ അവിടെ മത്സരിക്കും. നേരത്തെ രാഹുൽ പുറത്തിറങ്ങിയിട്ടൊരു വെല്ലുവിളി നടത്തിയിരുന്നു. സ്വതന്ത്രനായിട്ടായിരുന്നാലും ഇവിടെ മത്സരിച്ച് ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ വെല്ലുവിളി ശരിക്കും BJPയോടോ LDFിനോടോ അല്ല, മറിച്ച് അത് കോൺഗ്രസിനോട് തന്നെ ആയിരിക്കും ആ വെല്ലുവിളി ഉണ്ടാകുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, മറുഭാഗത്ത് സ്വതന്ത്രനായി രാഹുൽ മത്സരിക്കുന്നു. വോട്ട് പോകുന്നത് മറ്റു പാർട്ടിയിൽ നിന്നല്ല,
കോൺഗ്രസിൻ്റെ വോട്ട് തന്നെ ആയിരിക്കും അവിടെ ഒരു വിഭജനം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും അവരെടുക്കുന്ന തീരുമാനം? രാഹുലിൻ്റെ തീരുമാനം നിർണായകമായിരിക്കും. ഏറ്റവും ഒടുവിലുള്ള ഒരു അഭിമുഖത്തിലടക്കം രാഹുൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് വിധേയനായി നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി ഇനി തനിക്കൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ രാഹുൽ അടങ്ങിയിരിക്കുമോ? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രാഹുൽ അങ്ങനെ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ ഒരു രാഷ്ട്രീയ ഭാവി, അതും ഈ 3 കേസുകളുമുണ്ട്. ഇത് കോടതി ഇതുവരെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ കുറ്റക്കാരായിട്ടുള്ളവർ മറുപാർട്ടിയിലും സ്വന്തം പാർട്ടിയിലും ഉള്ളപ്പോൾ താൻ മാത്രം എന്തിന് ക്രൂശിക്കപ്പെടണം? ഈ ഒരു ചോദ്യമാണ് രാഹുലിനെ അലട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. മറ്റാർക്കുമില്ലാത്ത ഒരു ശിക്ഷാ നടപടി തനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളൊരു കുറ്റബോധവും രാഹുലിനെ വലിയ തോതിൽ അലട്ടുന്നുണ്ട്. ഇത് രാഹുലിനെ ഒതുക്കിയതാണെന്നുള്ള സംസാരവും മറുഭാഗത്ത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒറ്റ ഉത്തരം മാത്രമാണ്, ഒറ്റ ചോദ്യം മാത്രമാണ്: ആരാണ് മത്സരിക്കുന്നത്, ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പരാമർശിച്ചു, കുട്ടികളെയും അമ്മമാരെയും സ്ത്രീകളെയും ഒക്കെ തന്നെ കയ്യിലെടുക്കാൻ ശോഭയ്ക്കൊരു അസാധ്യ കഴിവുണ്ട്. പ്രത്യേകിച്ചും ഓരോ മണ്ഡലത്തിലെത്തുമ്പോൾ തൻ്റെ അധികാരം വെച്ച്, അതായത് ഇപ്പോൾ ഒരു BJP നേതാവെന്ന നിലയിൽ തന്നെ കേന്ദ്ര പദ്ധതികൾ വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ശോഭ വിനിയോഗിക്കും. അതൊരു വശം. അതിന് പ്രത്യേകിച്ച് അധികാരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. കേന്ദ്ര പദ്ധതി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് ശോഭയ്ക്ക് അറിയാം. ഒന്നാമത്തത്, കേന്ദ്രമന്ത്രിമാരുമായി ശോഭയ്ക്കുള്ള പിടിപാട്. അത് നേരത്തെ തന്നെ ശോഭ മണ്ഡലങ്ങളിലൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നതാണ്. എല്ലാ കേന്ദ്രമന്ത്രിമാരുമായിട്ടും ശോഭയ്ക്ക് നേരിട്ടുള്ള ബന്ധം പുലർത്തുന്നുണ്ട്, ഇത്രയും വർഷത്തെ അവർ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ, ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധമുണ്ട്, അദ്ദേഹവുമായി സംസാരിക്കും. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ സമസ്ത മേഖലയിലുമുള്ള മന്ത്രിമാരുമായി ശോഭയ്ക്ക് നേരിട്ടുള്ളൊരു ആത്മബന്ധം, അത് മണ്ഡലത്തിൽ പരമാവധി വിനിയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പ്. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതായി ശോഭ പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, താനൊരു MP-യോ MLA-യോ ആയി കഴിഞ്ഞാൽ ആ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ട്, ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഇതാണ് ആദ്യം പ്രചരണമായി പറയുന്നത്. വർഗീയതയോ വിദ്വേഷമോ അവരുടെ പാർട്ടിയെക്കുറിച്ചുള്ള വെറുപ്പോ ഒന്നും തന്നെയല്ല അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് ആയിരിക്കണം വികസനം, ഒരു വികസന മോഡൽ ആദ്യം അവതരിപ്പിക്കും. ഇതെങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധത്തിലായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്, എങ്ങനെ അവർക്ക് ഉപയോഗപ്പെടും. ഇത്തരത്തിലുള്ള, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലപ്പുഴയിൽ ശോഭ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾക്കും +2 വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിനൊപ്പം തന്നെ അവർക്കൊരു ഇൻസെൻറ്റീവ് പോലെ, ഒരു ബോണസ് പോലെ അവർക്കൊരു നിശ്ചിത എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി, അത് കേന്ദ്രവുമായി സംസാരിച്ച് നടപ്പിലാക്കും. അത് ഒരു മേഖലയിൽ മാത്രമായിട്ടല്ല, എല്ലാ മേഖലയിലും നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കും. ഇത്തരത്തിലുള്ള ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് പെൻഷൻ കിറ്റ് ഇതൊക്കെ വിതരണം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ജനങ്ങളെ വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു വിഷയമാണ് പണം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അർഹതപ്പെട്ടതാണ്, നമുക്ക് നൽകേണ്ടതാണ്. എന്നിരുന്നാൽ പോലും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് നമുക്കത് നൽകുമ്പോൾ അത് വലിയൊരു ആശ്വാസമായി നോക്കിക്കാണും. അതിന് അനുഭാവപൂർവ്വമായി എന്ത് ചെയ്യുന്നു, നമ്മുടെ വോട്ടിൽ ഒരു പക്ഷേ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകും. സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതാണ് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് ഔദാര്യമല്ല, ഇത് നമുക്കുള്ളൊരു അവകാശമാണ്. എന്നിരുന്നാൽ പോലും അത് കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. അത്തരത്തിൽ നോക്കുകയാണെങ്കിലും ശോഭയ്ക്കൊരു മേൽക്കൈയുണ്ട്. ഇപ്പോഴും പറയുകയാണ്, ശോഭ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അത് 28-ാം തീയതി വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ ഒരു കീ പ്ലെയറായി BJP ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തവണ ഉറപ്പായും ഉണ്ടാവും. കാരണം 2024 തൊട്ടിപ്പോഴെ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 20% എന്ന ഒരു വോട്ട് ഷെയർ അവർ നിലനിർത്തുന്നുണ്ട് കേരളത്തിൽ. ഈ 20% വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഒരു 10% ഉയർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും അവർ പറയുന്നു, അടുത്ത ഗവൺമെൻറ് ആരായിരിക്കണം എന്നുള്ളത് ഞങ്ങളായിരിക്കും തീരുമാനിക്കുന്നത്. 5 മുതൽ 10% വരെ വോട്ട് നേടിയാൽ തങ്ങൾക്ക് ഏകദേശം ഒരു 10 മുതൽ 20 വരെ MLA-മാർ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ഈ തിരഞ്ഞെടുപ്പെന്നല്ല, വരും തിരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വളർച്ചയാണല്ലോ, BJP-യെ സംബന്ധിച്ച് വളർച്ചയാണ് ഉണ്ടാകുന്നത്. LDF-നെയും UDF-നെയും സംബന്ധിച്ച് വളർച്ചയല്ല ഉണ്ടാകുന്നത്, ചേഞ്ചാണ് ഉണ്ടാകുന്നത്, ഒരു ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നില്ല. ആ ഒരു ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് BJP-യിലാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ഘടകമായി ഒരുപക്ഷെ ഇപ്പോൾ വിലയിരുത്തുന്നത് പുതിയ വോട്ടർമാരുണ്ട്, ന്യൂജൻ വോട്ടർമാരുണ്ട്, ജെൻസി വോട്ടർമാരുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ പരമ്പരാഗത
രാഷ്ട്രീയ കാഴ്ചപ്പാടുകളല്ല. അതായത് മനസ്സിൽ പതിഞ്ഞത് ഇനിയിപ്പോൾ എന്തൊക്കെ ആയിരുന്നാലും ആ ഒരു രാഷ്ട്രീയം വിട്ടുകുത്തില്ല എന്നുള്ളതല്ല. നമുക്ക് ആരാണോ പ്രയോജനപ്പെടുന്നത്, നമുക്ക് ആരാണോ ഉപയോഗപ്പെടുന്നത്, അവർക്ക് വോട്ട് കൊടുക്കാം. എന്തിന് വോട്ട് കൊടുക്കണം? നമുക്ക് ഉപയോഗപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? വോട്ട് കൊടുക്കാം. ഇത്തരത്തിലുള്ള ചില ചിന്താഗതികൾ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികളടക്കം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തവണ BJPയുടെ ഒരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത AI സമ്മിറ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ യുവാക്കളെ ആകർഷിക്കുന്ന, തൊഴിലന്വേഷകരെ ആകർഷിക്കുന്ന പല പദ്ധതികളും കേന്ദ്രം നടപ്പാക്കി പോരുന്നുണ്ട്. അതുപോലെ അവരെ പരമാവധി അവരിലെ BJPയിലേക്ക് അടുപ്പിക്കുന്ന പല രീതികളും ഇപ്പോൾ ആവിഷ്കരിച്ചു വരികയാണ്. അപ്പോൾ ഇതിനോടൊക്കെ അനുഭാവം പുലർത്തുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ നിഷ്പക്ഷരായ വോട്ടർമാരാണ്. അവർ ആർക്ക് വോട്ട് കൊടുക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. അത് ആർക്ക് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ കണക്കുകൂട്ടുമ്പോൾ ശോഭയുടെ കാര്യമാണ് പറഞ്ഞത്. ശോഭ എല്ലാ കാറ്റഗറിയിലും എല്ലാവർക്കും ഒരേപോലെ തന്നെ താല്പര്യപ്പെടുന്ന, കുട്ടികൾക്കായിക്കോട്ടെ, യുവാക്കൾക്കായിക്കോട്ടെ, അമ്മമാർക്കായിക്കോട്ടെ, പ്രായമായവരായിക്കോട്ടെ, എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ഒരു മകളായും ഒരു അമ്മയായും ഒരു ചേച്ചിയായും ഒക്കെ തന്നെ ശോഭയുണ്ട്. അതുതന്നെയാണ് ശോഭയെ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമാക്കി മാറ്റുന്നത്.